കൈക്കൂലി കേസിലെ മുൻ നെടുമങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർക്ക് 11 വർഷത്തെ തടവ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. 2001-2002 കാലഘട്ടത്തിലെ അന്ന് പാങ്ങോട് വില്ലേജ് ഓഫീസറായിരുന്ന വ്യക്തി, അദ്ദേഹം 1,83,000 രൂപ ദുരന്ത നിവാരണ ഫണ്ട് തട്ടിച്ചെടുത്തെന്നുള്ള കേസ്. ആ ഫണ്ട് ഇതിലേ പോയെന്ന് അറിയില്ല. അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി എഴുതിയെടുത്തു. അന്ന് വില്ലേജ് അസിസ്റ്റന്റ് ആയിരുന്ന സുകുമാരൻ പിന്നീട് നെടുമങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്യുകയും ചെയ്തു. ഏകദേശം 22 വർഷം മുമ്പത്തെ ഒരു തട്ടിപ്പാണിത്. അത് വിജിലൻസ് കോടതി അതിൻ്റെ ട്രയല് ഇപ്പോഴേ പല കാരണം കൊണ്ട് നടത്താൻ സാധിച്ചുള്ളൂ. അതിനകത്ത് അന്നത്തെ ആ പാങ്ങോട് വില്ലേജ് ഓഫീസർ അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുകൊണ്ട് 1-ാം പ്രതി അദ്ദേഹമായിരുന്നു. അന്ന് വില്ലേജ് അസിസ്റ്റന്റ് ആയിരുന്ന സുകുമാരനെ പിന്നീട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിനാണ് ഇപ്പം ശിക്ഷ. 1-ാം പ്രതിക്ക് ശിക്ഷയില്ല, മരണപ്പെട്ടതുകൊണ്ട്. ഇദ്ദേഹത്തിന് 1,75,000 രൂപ പിഴയുണ്ട്. അതുകൂടാതെ 11 വർഷത്തെ തടവാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെ വിജിലൻസ് കോടതി അപ്പോൾ തന്നെ റിമാൻഡ് ചെയ്ത് തടവ് അനുഭവിക്കാൻ. ഇനി അദ്ദേഹത്തിന് ഹൈക്കോടതിയിലെ ആ കേസിന് അദ്ദേഹം ജാമ്യം ചിലപ്പോൾ അനുവദിച്ചേക്കാം. ഹൈക്കോടതിയിലോട്ട് നീങ്ങും. ഏതായാലും 11 വർഷത്തെ ശിക്ഷയാണ് പറഞ്ഞത്. അത് കൺകറന്റ് ആണോ, ഒന്നിച്ചനുഭവിക്കണോ എന്നറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് വെളിയിലോട്ട് വന്നില്ല. ഏതായാലും കറപ്ഷൻ വ്യാപകമായി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കേരളത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അത് കുറേ 10-25 വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായി നീങ്ങുന്നവരെ ഒതുക്കുന്ന സംഭവങ്ങളും കേരളത്തിലുണ്ടായിരുന്നു. പലർക്കും ഈ അഴിമതിക്കെതിരായിട്ട് പ്രസംഗിച്ചവരും നടപടിക്ക് പോയവർക്കൊക്കെ ഒത്തിരി സാമൂഹ്യമായ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അവര് ശിഷ്ടകാലം അവർക്ക് യാതൊരു മനസ്സമാധാനമില്ലാതെ അവരൊക്കെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. പക്ഷെ അതിശക്തമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള കൈക്കൂലിക്കാരെ ഒതുക്കാൻ കഴിയുള്ളൂ. തങ്ങളുടെ വരുമാനത്തിനകത്ത് ഒതുങ്ങി ജീവിക്കാൻ അവരൊക്കെ പഠിക്കണം. മിക്കവാറും ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം മദ്യപാനികളും അത് മോശമായ ജീവിതം നയിക്കുന്നവരുമാണ്. കാരണം സർക്കാരിൻ്റെ ഫണ്ടൊന്നും നോട്ടമൊന്നുമില്ല. ട്രഷറിയിലെ ഉദ്യോഗസ്ഥന്മാർ പണം മേട്ടിച്ചത് നമുക്കറിയാം. അങ്ങനെ സർക്കാർ ഫണ്ട് എടുക്കുന്നത് പൊതുജനങ്ങളുടെ ഫണ്ടാണെന്നുള്ള ചിന്തയും വിചാരമൊന്നുമില്ല. പണം എവിടെയുണ്ടോ അപ്പം കൈയിട്ട് വാരും. അതുകൊണ്ട് ഇതിന് ധാർമ്മിക രോഷമുള്ളവർ ധാരാളം പേരുണ്ട്. അവരൊക്കെ ഒരു നമ്പർ ശ്രദ്ധിക്കുക, ടോൾ ഫ്രീ നമ്പർ വിജിലൻസിന്റെ. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാലും ശരി 1064 വിളിച്ചു പറയുക. നടപടി എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഒരു ടോൾ ഫ്രീ നമ്പർ തന്നിട്ടുണ്ട് 1064. എവിടെ അഴിമതി ഉണ്ടെങ്കിലും ഏത് വലിയവന്റെ അഴിമതി ആയാലും ശരി അവിടെ വിളിച്ചു പറയുക. അതവിടെ റെക്കോർഡ് ചെയ്തിരിക്കും. അങ്ങനെ ഒരു പരാതിയെങ്കിലും അവിടെ കിടക്കട്ടെ. അന്വേഷിക്കുകയോ അന്വേഷിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതുപോലെ വിജിലൻസിലെ അവിടുത്തെ ഓഫീസറെ ഒരു നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കിട്ടും. അത് 85-929 00900. വളരെ ഓർത്തിരിക്കാൻ പറ്റിയ നമ്പറാണ്. 85-929 00900. ഈ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ ആരാന്ന് അറിയാതെ ആണ് വിളിക്കണമെന്ന് തോന്നിയാൽ വാട്സാപ്പ് നമ്പറുണ്ട് വിജിലൻസിന്, വിളിക്കുക. വാട്സാപ്പ് നമ്പർ 944-77-89-100. ഓർത്തിരിക്കാൻ എളുപ്പമുള്ള നമ്പറുകളാണ് ഇതൊക്കെ. വാട്സാപ്പിൽ നിങ്ങൾ വിളിച്ചോളൂ. എവിടെ അഴിമതി ഉണ്ടെങ്കിലും അത് വിളിച്ച് അറിയിക്കുക. എടുക്കട്ടെ നടപടി. ചിലപ്പം ഒരു നടപടി എടുക്കാതെ അതങ്ങ് വിസ്മരിക്കുമായിരിക്കും. അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. 1064 വിളിച്ചു പറയുക. അല്ലെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുക. 944-77-89-100. ഇത് വിജിലൻസ് വളരെ ആക്റ്റീവായിട്ട് കേരളത്തിലുണ്ട്. മിക്കവാറും വിജിലൻസ് ട്രാപ്പിലാണ് ആൾക്കാരെ, കൈക്കൂലിക്കാരെ ട്രാപ്പിൽ ഉൾപ്പെടുത്തി ആണ് കേസെടുപ്പിക്കുന്നത്. പക്ഷെ അല്ലാതെ തന്നെ അവര് അഴിമതി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വിവരം അറിയിക്കാനാണ് ഈ നമ്പർ ഞാൻ പറഞ്ഞത്. 1064 വിളിക്കുക. കാരണം ഏതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി പറയണ്ട, വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ പറയണം. ഇന്ന വില്ലേജ് ഓഫീസർ അല്ലേ, ഇന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലേ, ഇന്ന ഡിപ്പാർട്ട്മെന്റിലെ ആള് പണം ഇങ്ങനെയൊക്കെ മാറ്റുന്നുണ്ട്, അടിക്കുന്നുണ്ട്, നിങ്ങളുടെ സംശയം ആയിക്കോട്ടെ, അതാണ് അറിയിക്കുക. അതിന് അന്വേഷിക്കാനുള്ള സംവിധാനം വിജിലൻസിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. വാട്സാപ്പ് നമ്പറിൽ വിളിച്ചോ. നിങ്ങൾക്ക് പേടി എന്തെങ്കിലും തോന്നുന്നെങ്കിൽ പെൺകുട്ടികളായാലും ശരി, കുട്ടികളായാലും ശരി, കുടുംബിനിയായാലും ശരി, നിങ്ങൾ വാട്സാപ്പിൽ നമ്പറിൽ വിളിക്കുക. 9447-89-100 944-77-89-100 വിളിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആ വിവരം കൈമാറാം.
നമുക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാകത്തില്ല, നമ്മളെ സാക്ഷിയാക്കത്തില്ല, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്മളെ സാക്ഷിയാക്കും. പക്ഷെ വിവരം നമുക്ക് റിലയബിൾ ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് പാസ് ഓൺ ചെയ്യുക. ഏതായാലും ഇപ്പോഴത്തെ ഒരു നീതി നടപ്പാക്കിയത് 22 വർഷം കഴിഞ്ഞ ശേഷമാണ് ആ 1,83,000 രൂപ ദുരന്ത നിവാരണ ഫണ്ട് തട്ടിച്ചതിനുള്ള ശിക്ഷ വരുന്നത്. 4 നൂറ്റാണ്ടോളം വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ശിക്ഷ വന്നു, നടപടി ഉണ്ടായി. അവരൊക്കെ സർവീസിൽ ഇരുന്ന് അവര് പെൻഷൻ പറ്റി പോയെങ്കിലും, അവർക്ക് ആനുകൂല്യമെല്ലാം കൈപ്പറ്റിയെങ്കിലും, അവരെല്ലാവരും ഇപ്പോഴെങ്കിലും ആ ശിക്ഷ കോടതി നടപ്പാക്കിയിരിക്കുന്നു. വളരെ ലേറ്റായി പോയി എന്ന് നമുക്ക് തോന്നാമെങ്കിലും ശിക്ഷ വരും. ഒരിക്കൽ ട്രാപ്പിലായി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്.